നമസ്കാരം, എല്ലാവർക്കും ഫിസിക്സ് കോർണറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാണ്ടം മെക്കാനിക്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് സെറ്റിൻ്റെ. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഷുഡ് ബി ദ വെലോസിറ്റി ഓഫ് എ ന്യൂട്രോൺ? ഇതിൻ്റെ മാസ് തന്നിട്ടുണ്ട്. ഇൻ ഓർഡർ ദാറ്റ് ഇറ്റ്സ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഇസ് 0.28 നാനോമീറ്റർ. Options 2.37 meter per second, 1.42 kilometer per second, 1.42 meter per second and 2.37 kilometer per second. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. ന്യൂട്രോൺ ആണ് എന്നറിയാം, ന്യൂട്രോണിൻ്റെ മാസും അറിയാം. അപ്പോൾ നമുക്ക് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിനുള്ള ഇക്വേഷനാണ് അറിഞ്ഞിരിക്കേണ്ടത്. എന്താണ്? lambda is equal to h by p ആണ് അല്ലേ. p is the momentum, h by mv എന്ന് എഴുതാം. നമുക്ക് മാസ് തന്നിട്ടുണ്ട്, മാസ് ഓഫ് ന്യൂട്രോൺ. അതുപോലെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടെത്തേണ്ടത് വെലോസിറ്റി എന്താണെന്നുള്ളത് അല്ലേ. lambda is equal to h by mv എന്നതിൽ v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h by m into lambda എന്ന് എഴുതാം അല്ലേ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എച്ചിൻ്റെ വാല്യൂ, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വാല്യൂ 6.626 into 10⁻34. അത് ഡിവൈഡഡ് ബൈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കിട്ടും 1.42 into 10⁻³ മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അതായത് വെലോസിറ്റി എന്ന് പറയുന്നത് 1.42 കിലോമീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ അല്ലേ? ഇത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്നുള്ള ആ പോർഷൻ എപ്പോഴും ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻസ്, അതിലൊന്നാണിത്. ഇവിടെ ആൻസർ അപ്പോൾ ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ വേവ് ഫംഗ്ഷൻ ഓഫ് എ പാർട്ടിക്കിൾ കൺസ്ട്രെയിൻഡ് ടു മൂവ് അലോങ് ദി എക്സ് ആക്സിസ് വിത്ത് 0 less than or equal to x less than or equal to L is given by psi of x equal to √2 by L into sin n pi x by L, n being an integer. The expectation value of its momentum will be n pi h by L square, n pi h by L all square, n square pi by L square 0. അപ്പം നമുക്കിവിടെ വേവ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് എന്നുള്ളൊരു പ്രോബ്ലം ആണ് ഇത് വരിക അല്ലേ. സൈ ഓഫ് എക്സ്, അതായത് എൽ എന്നുള്ള ലെങ്ത് ഉള്ള 0 to L വരെ ലെങ്ത് ഉള്ള എൽ ലെങ്ത് ഉള്ള ഒരു ബോക്സിൽ പാർട്ടിക്കിൾ ഇരിക്കുമ്പോഴുള്ള ആ ഒരു പ്രോബ്ലമാണിത്. സൈ വേവ് ഫംഗ്ഷൻ പാർട്ടിക്കിളിന് തന്നിട്ടുണ്ട് √2 by L sin n pi x by L എന്നുള്ളത്. എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് മൊമെന്റം ആണ് ചോദിച്ചിരിക്കുന്നത്. അത് പി എക്സ് എന്നുള്ളത് അല്ലേ. അപ്പോൾ അത് എങ്ങനെ കാണുക? ഒരു എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എ ക്വാണ്ടിറ്റി നമ്മൾ എങ്ങനെയാണ് കാണുക? ഏതാണോ ലിമിറ്റ് അതിനനുസരിച്ച് ഇന്റഗ്രേഷൻ ചെയ്യേണ്ടത് സൈ സ്റ്റാർ ഇൻറ്റു പിന്നെ എന്തിൻ്റെയാണോ എക്സ്പെക്ടേഷൻ വാല്യൂ കാണേണ്ടത് ആ ക്വാണ്ടിറ്റി, ആ ഓപ്പറേറ്റർ വിച്ച് ഓപ്പറേറ്റ്സ് ഓൺ സൈ ഇൻറ്റു ഡി എക്സ്. ഇതാണ് എക്സ്പെക്ടേഷൻ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ അല്ലേ. അപ്പോൾ ഇവിടെ 0 to L എന്നുള്ള ലിമിറ്റ് ആണെന്ന് അറിയാം. അപ്പോൾ ഇന്റഗ്രൽ ഫ്രം 0 to L സൈ സ്റ്റാർ എന്ന് പറയുന്നത് എന്താ വരിക? ഇത് തന്നെ അല്ലേ. ഇത് ഒരു റിയൽ വാല്യൂ അല്ലേ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് √2 by L into sin n pi x by L. പിന്നെ പി എക്സിന് നമുക്ക് ഓപ്പറേറ്റർ ഇട്ട് കൊടുക്കാം -IH കട്ട് d by dx ഓഫ്, അതാണ് പി എക്സ് എന്ന് പറയുന്നത്. അത് ഇറ്റ് ആക്ട്സ് ഓൺ √2 by L into sin n pi x by L into dx എന്ന് ചെയ്യുന്നു ഇല്ലേ. ഇനി -IH കട്ട് പുറത്തെടുത്തു, ഇത് ഇൻറ്റു ചെയ്തപ്പോൾ 2 by L എത്തി. പിന്നെ 0 to L sin n pi x by L അവിടെ കിടക്കുന്നു. പിന്നെ d by dx ഓഫ് ഇത് എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ എന്താ വരിക? ഡെറിവേറ്റീവ് എടുത്താൽ കോസ് വരിക. കോസ് n pi x by L into n pi by L എന്ന് വരും ഇല്ലേ. അപ്പോൾ ഇൻറ്റു ഡി എക്സ്. ഇനി നമുക്കറിയാം സൈൻ 2x എന്ന് പറഞ്ഞാൽ എന്താണ്? 2 sin x cos x എന്ന് അല്ലേ. അപ്പോൾ സൈൻ ഇൻറ്റു കോസ് ഓഫ് സംതിങ്, അങ്ങനെ ഈ ഒരു ഇതിനെ നമുക്ക് മാറ്റിയതായി ആ ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് എന്താണ്? സൈൻ 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 sin x cos x ആണ്. അപ്പോൾ ഇതിനെ അപ്പോൾ സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സിന് എന്താ എഴുതാം? സൈൻ 2x by 2 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇവിടെയുള്ള 2 ക്യാൻസലായി പോയത് അങ്ങനെയാണ്, ബൈ 2 എന്ന് വരുന്നുണ്ട്. അതിന് സൈൻ 2 ഇൻറ്റു n pi x by L
ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതി. എന്നിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോസിൻ്റെ ഇങ്ങനെ കിട്ടും. കോസ് 2n പൈ എക്സ് ബൈ എൽ ഡിവൈഡഡ് ബൈ 2n പൈ ബൈ എൽ എന്നുള്ള ലിമിറ്റ് ഇട്ട് കൊടുക്കുക 0 to l. അങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് 0 കിട്ടും. കാരണം കോസ് എൽ ആയാൽ കോസ് 2n പൈൻ്റെ വാല്യൂ എന്താണ്, അതുപോലെ 1 ആണ് വരിക. അതുപോലെ 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, കോസ് 0 1. അപ്പോൾ അങ്ങനെ അത് ക്യാൻസൽ ആയിപ്പോയി. എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് ദി മൊമെൻറ്റം പി എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടും, 0 ആയിട്ട് കിട്ടും. അപ്പം ഇവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് റിലേഷൻസ് ഇസ് കറക്റ്റ്? കമ്മ്യൂട്ടേറ്റേഴ്സ് ആണ്. പി എക്സ് എന്നുള്ളതിൻ്റെ കമ്മ്യൂട്ടേറ്റർ എന്തായിട്ടാണ് വരിക, ഐ എച്ച് കട്ടാണോ, എച്ച് കട്ട് ബൈ ഐ ആണോ, അതോ 1 ബൈ ഐ എച്ച് കട്ടാണോ, അതോ -1 ബൈ ഐ എച്ച് കട്ടാണോ? ഇതിൽ ഓപ്ഷൻ ബി ആണ് ആൻസർ, ചിന്തിക്കാനൊന്നുമില്ല. -i h കട്ട് എന്നുള്ളതാണ് വരിക. എക്സ് പിയുടെ ആണെങ്കിൽ ആണ് ഐ എച്ച് കട്ട്. ഇത് പി എക്സിൻ്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. -i h കട്ടാണ് വരുന്നത്. ചെയ്ത് കാണിക്കാൻ വേണമെങ്കിൽ, അതായത് നമ്മളൊരു കമ്മ്യൂട്ടറേറ്റർ എടുത്തിട്ട് അത് സൈൽ ആക്ട് ചെയ്യാണ് എന്ന് നോക്കാം. അപ്പം കമ്മ്യൂട്ടറേറ്റർ ശരിക്കും ഉദ്ദേശിക്കുന്ന പിയുടെ എക്സിൻ്റെ ആകുമ്പോൾ പി ഇൻറ്റു എക്സ് മൈനസ് എക്സ് ഇൻറ്റു പി വിച്ച് ആക്ട്സ് ഓൺ സൈ അല്ലേ. ഇപ്പോൾ പി എന്ന് പറയുന്നത് നമ്മളിവിടെ ഓപ്പറേറ്റേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യണം അല്ലേ ഇതിനൊക്കെ. അപ്പോൾ പി എന്ന് പറയുന്നത് -i h കട്ട് ഡോ ബൈ ഡോ എക്സ് ആണ് അല്ലേ. അപ്പോൾ അത് പിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് ആക്ട് ചെയ്യപ്പെടുന്ന എന്തിലാണ്, എക്സ് ഇൻറ്റു സൈയിൽ ആക്ട് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. ഇനി -x ഇൻറ്റു പി, അതിന് -i h കട്ട് ഡോ ബൈ ഡോ എക്സ്, അത് ആക്ട് ചെയ്യുന്ന സൈയിൽ ഡോ സൈ ബൈ ഡോ എക്സ് എന്നായിട്ട് എഴുതാം അല്ലേ. ഇനി ചെയ്യുമ്പോൾ എന്ത് വരും, -i h കട്ട് ഇൻറ്റു ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തു, സൈ പ്ലസ് എക്സ് ഡോ സൈ ബൈ ഡോ എക്സ് എന്ന് എഴുതാം, പ്ലസ് ഇത് പ്ലസ് i h കട്ട് എക്സ് ഡോ സൈ ബൈ ഡോ എക്സ് ആയി. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ഇങ്ങനെ കിട്ടുന്നു. ഇത് രണ്ടും ക്യാൻസൽ ആയി പോകുന്നു. -i h കട്ട് സൈ എന്ന് കിട്ടുന്നു. സിമ്പിൾ ആയിട്ടുള്ളതാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ -i h കട്ടിനെ നമുക്ക് h കട്ട് ബൈ ഐ ഇതാ അല്ലേ. 1 ബൈ ഐ എന്ന് പറഞ്ഞാൽ -i ആണ് അല്ലേ. അപ്പോൾ ഇവിടെ പി എക്സ് എന്നുള്ളതിൻ്റെ കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത് h കട്ട് ബൈ ഐ എന്നുള്ളതാണ് വരിക. ക്ലിയർ അല്ലേ? സോ ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ ഹിയർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ പ്രോട്ടോൺ ആൻഡ് ആൻ ഇലക്ട്രോൺ with the same energy E approach a potential barrier whose height is greater than E, then the probability of penetration through the barrier is higher for the proton than for the electron, smaller for the proton than for the electron, same for the proton and the electron, 1836 times higher for the proton than for the electron. ഇതിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്, ട്രാൻസിഷൻ അല്ലെങ്കിൽ പെനട്രേഷൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ത്രൂ ദി ബാരിയർ എന്താണുള്ളത്, എൻ്റെ ആ ഒരു കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ടത്. ആ ഒരു ഇക്വേഷനാണ് ഓർത്തിരിക്കേണ്ടത്. നോക്കൂ, ആ ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി പി എന്ന് പറയുന്നത് എന്താണ്, e⁻⁴ ഇൻറ്റു √2m ഇൻറ്റു v മൈനസ് ഇ എന്ന് പറയുന്നത്. ഇവിടെ മാസിൻ്റെ കാര്യം മാത്രം നോക്കുക. e⁻⁻ ആണ് വരുന്നത്, അതായത് 1/e⁻e ക്വാണ്ടിറ്റിയാണ് വരുന്നത്. അപ്പോൾ അതിൽ മാസ് കൂടും തോറും ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, മാസ് കൂടുമ്പോൾ എക്സ്പെറൻഷ്യൽ വാല്യൂ കൂടും, പക്ഷേ e⁻⁻ എക്സ്പെറൻഷ്യൽ വാല്യൂ ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ആ മൈനസ് ഇത് വരുന്നതുകൊണ്ട് തന്നെ മാസിൻ്റെ വാല്യൂ കൂടി അതിനനുസരിച്ച് ഈ പ്രോബബിലിറ്റിയുടെ വാല്യൂ കുറയുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ മാസ് കൂടുതലുള്ളത് ഏതിനാണ്, പ്രോട്ടോണിനാണ് അല്ലേ. അപ്പോൾ പ്രോട്ടോണിന് മാസ് കൂടിയത് കാരണം ആ പ്രോബബിലിറ്റി കുറവാണ് അല്ലേ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി മാസ് ആണ് ഓഫ് ദി പാർട്ടിക്കിൾ എന്നതാണെന്ന് ഓർത്ത് വയ്ക്കുക ഈ ട്രാൻസ്ലേഷൻ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക, സ്മോളർ ഫോർ ദി പ്രോട്ടോൺ ദാൻ ഫോർ ദി ഇലക്ട്രോൺ. ഇതിങ്ങനെ ആലോചിച്ചാൽ മതി, മാസ് കുറയും തോറും
അതായത് ചെറിയ ചെറിയ പാർട്ടിക്കിൾ ആവും തോറും അതിന് ട്രാൻസിഷൻ കുറച്ചുകൂടി ഈസി ആവുമല്ലേ, അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ ദെൻ അടുത്ത ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.